നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. 9 മാസത്തിന് ശേഷം സുനിത വില്യംസും സംഘവും ഭൂമിയിൽ. പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം മെക്സിക്കൻ കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ആദ്യം പുറത്തിറങ്ങിയത് നിക് ഹേഗ്, മൂന്നാമതായി പുറത്തിറങ്ങിയത് സുനിത വില്യംസ്. യാത്രക്കാരെ വൈദ്യപരിശോധനയ്ക്കായി മാറ്റി. സുനിൽ ഛേത്രി ഇന്ത്യക്കായി വീണ്ടും കളത്തിലിറങ്ങും. മാലിദ്വീപിനെതിരായ ഫുട്ബോൾ സന്നാഹ മത്സരം വൈകിട്ട് 7 മണിക്ക് ഷില്ലോങ്ങിൽ നടക്കും. ഛേത്രി ടീമിൽ തിരിച്ചെത്തുന്നത് വിരമിക്കൽ തീരുമാനം പിൻവലിച്ചതിന് ശേഷം. ആശാവർക്കർമാരുടെ സമരം 38ാം ദിവസം. പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി ആശാവർക്കർമാർ. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ആശാമാർ. ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാരം ഇരിക്കും. എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം തുടങ്ങും. പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത്. ആശാവർക്കർമാരുടെ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ജെബി മേത്തർ MP. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശാവർക്കേഴ്സിന്റെ ആശങ്ക കേൾക്കാൻ തയ്യാറാകുന്നില്ല. ആശാമാരോട് കാണിക്കുന്നത് വിവേചനവും ചൂഷണവും മനുഷ്യാവകാശ ലംഘനവുമാണ്. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറുകയാണെന്നും ജെബി മേത്തർ. ആശാപ്രവർത്തകർക്ക് പിന്നാലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ അങ്കണവാടി ജീവനക്കാർ ആരംഭിച്ച രാപ്പകൽ സമരം ഇന്ന് 3ാം ദിവസത്തിലേക്ക്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ അങ്കണവാടി ജീവനക്കാരാണ് ഇന്ന് സമരത്തിൽ അണിനിരക്കുന്നത്. അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയാക്കുക തുടങ്ങിയ 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കോൺഗ്രസ് സംഘടനയായ ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം അവസാനിച്ചു. സ്റ്റൈപ്പൻഡ് നൽകാനുള്ള തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവായതോടെ പണിമുടക്ക് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം ആശുപത്രി പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതോടെയാണ് അധികൃതരുടെ നീക്കം. കുടിയേറ്റത്തിന് മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതുവരെ 295 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു. ചൊക്രമുടിയിലും പരുന്തുംപാറയിലും കയ്യേറ്റങ്ങളിൽ നടപടിയെടുത്തെന്നും മന്ത്രി K. രാജൻ നിയമസഭയിൽ. കുടിയേറ്റക്കാർ ബുദ്ധിമുട്ടുമ്പോൾ കയ്യേറ്റക്കാർ സ്വൈരവിഹാരം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം. ഇത്രയും കയ്യേറ്റമുണ്ടായിട്ടും നടപടി ഉണ്ടായില്ലെന്നും VD സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപ്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനാവില്ല. SIT ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി നിർദ്ദേശം. ആധാർ കാർഡും വോട്ടർ ID കാർഡും ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആധാർ സാങ്കേതിക വിദഗ്ധരുമായി കമ്മീഷൻ ചർച്ച നടത്തും. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വിളിച്ച യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി CEO, ലെജിസ്ലേറ്റീവ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. യാക്കോബായ സഭയുടെ കാത്തോലിക്ക വാഴ്ചയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനം. പാത്രിയാർക്കീസ് മലങ്കരയിൽ സമാന്തര ഭരണത്തിന് ശ്രമിക്കുന്നു. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ്. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയത് താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. 4ാം പ്രതി അബ്ദുൾ നാസറിന്റെ റിമാൻഡ് കോടതി ഏപ്രിൽ 1 വരെ നീട്ടി. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച്. കൊടുവള്ളി MS സൊല്യൂഷൻസ് ട്യൂഷൻ സെന്റർ, മലപ്പുറം മേൽമുറി മദീൻ സ്കൂൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരെയാണ് ചോദ്യം ചെയ്യുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. ഇത് 10ാം തവണയാണ് റിയാദ് ക്രിമിനൽ കോടതി വിധി പറയാൻ വീണ്ടും മാറ്റുന്നത്. അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയത് കഴിഞ്ഞ വർഷം ജൂലൈ 2-ന്. വടക്കേ മലബാറിലെ ഹൗസ് ബോട്ട് വിനോദസഞ്ചാര മേഖല വെല്ലുവിളിയിൽ. തിരിച്ചടിയായി ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് യാർഡില്ലാത്തതും ജീവനക്കാരുടെ കുറവും. പ്രതീക്ഷയോടെ ബോട്ടിറക്കിയ സംരംഭകർ പ്രതിസന്ധി. കണ്ണൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ബന്ധപ്പെട്ടവരുമായി വിശദ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ വി സുമേഷ് എന്നിവരുടെ സബ്മിഷന് സഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. തൃശൂർ കൊരട്ടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കൊരട്ടിക്ക് സമീപം ചിറങ്ങരയിൽ പുലി സാന്നിധ്യത്തെ തുടർന്ന് 5 ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടെ നിന്നും അല്പം മാറി ദേവമാത ആശുപത്രിക്ക് സമീപം പാടത്ത് കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടത്. മീൻ പിടിക്കാൻ എത്തിയ പ്രദേശവാസിയാണ് പുലിയെ കണ്ടത്. സംഭവത്തെ തുടർന്ന് RRT സംഘം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തമിഴ്നാട് വാൽപ്പാറയിൽ ബൈക്ക് യാത്രക്കാരനെ കാട്ടുപോത്ത് ആക്രമിച്ചു. അപ്പർ പരപ്പാറ എസ്റ്റേറ്റ് തൊഴിലാളി സുരേഷ് കുമാറിനാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകുന്നേരം മോട്ടോർ സൈക്കിളിൽ വാൽപ്പാറയിലേക്ക് വരുമ്പോഴായിരുന്നു ആക്രമണം. സാരമായി പരിക്കേറ്റ ഇയാളെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ വാൽപ്പാറ പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിലെത്തി സുരേഷ് കുമാറിൽ നിന്നും മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ വെടിയേറ്റ് ചത്ത കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. വെടിയേറ്റ മുറിവ് കൂടാതെ കടുവയുടെ നെഞ്ചിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവും കണ്ടെത്തി. ഇര പിടിക്കുന്നതിനിടെ മൃഗത്തിന്റെ കുത്തേറ്റതാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ അഫാനെതിരെ അമ്മ ഷെമിയുടെ മൊഴി. അഫാൻ ആക്രമിച്ചതാണെന്ന് കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകി. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. പണം ചോദിച്ച് ബന്ധു വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപം നേരിട്ടു. അഫാൻ ഇത് സഹിച്ചില്ലെന്നാണ് ഷെമിയുടെ മൊഴി. തിരുവനന്തപുരം കല്ലറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. കാട്ടുപുറം സ്വദേശി അരുൺ, മുണ്ടോണിക്കര സ്വദേശി ശ്യാം നായർ എന്നിവരെയാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞതിലുള്ള വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എറണാകുളം മാറമ്പിള്ളിയിൽ മാതാവിനെ മർദ്ദിച്ച മകൻ അറസ്റ്റിൽ. പള്ളിക്കവല സ്വദേശി ഫാസിലിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിലെത്തിയ പ്രതി അമ്മയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബംഗളൂരുവിൽ കണ്ടെത്തി. പെൺകുട്ടിയെയും യുവാവിനെയും കണ്ടെത്തിയത് കർണാടക പോലീസ്. പെൺകുട്ടിയെ കാണാതായത് കഴിഞ്ഞ 11. കാസർഗോഡ് 15-കാരിയും അയൽവാസിയായ യുവാവും മരിച്ച സംഭവത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിക്ക് കൈമാറി. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായതായി തോന്നുന്നില്ലെന്ന് കോടതി. മരണകാരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഉറപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശം. മംഗളൂരുവിലെ അധോലോക നായകരിൽ പ്രധാനിയും ഷാർപ്പ് ഷൂട്ടറുമായ കലിയോഗേഷിന്റെ കൂട്ടാളിയെ പോലീസ് മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ അസീർ. ഇയാളിൽ നിന്നും 5 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. കർണാടക പുത്തൂരിൽ രാജധാനി ജ്വല്ലറി കൊള്ളക്കേസിൽ പ്രതിയായ അബ്ദുൾ അസീറിനെതിരെ കാസർഗോഡ് ജില്ലയിലും കേസുകൾ. തൃശൂരിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി അറസ്റ്റിൽ. നന്ദിക്കര സ്വദേശി മഹേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ജനകീയം ഡിഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടികൂടിയത്. കൊല്ലത്ത് സ്കൂൾ പരിസരത്ത് ലഹരിക്കച്ചവടം നടത്തിയ ആൾ പിടിയിൽ. കുട്ടിക്കട സ്വദേശി നിയാസിനെയാണ് പോലീസ് പിടികൂടിയത്. ഹോട്ടലിന്റെ മറവിൽ വൻതോതിൽ ലഹരിക്കച്ചവടം നടത്തി വരികയായിരുന്നു ഇയാൾ. നിരവധി തവണ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാൾ കച്ചവടം ചെയ്തതായി എക്സൈസ് സംഘം കണ്ടെത്തി. തിരുവനന്തപുരം വർക്കലയിൽ MDMAയുമായി 3 പേർ പിടിയിൽ. പിടിയിലായത് കപ്പിൽ സ്വദേശിയായ പ്രവീൺ, കുന്നത്തുകൾ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവർ. പ്രതികൾ പിടിയിലായത് ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് 12 ഗ്രാം MDMA പിടിച്ചെടുത്തു. എറണാകുളം പറവൂരിൽ 2.71 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിൽ. കൊട്ടുവള്ളി സ്വദേശി സോനു, കുട്ടൻതുരുത്ത് സ്വദേശി അതുൽ, അൻവർ എന്നിവരെയാണ് പറവൂർ പോലീസ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. മണിക്കാട് വഴിക്കുളങ്ങരയിലെ ഒഴിഞ്ഞ വീടിന് സമീപം വിൽപ്പനയ്ക്കായി നിൽക്കുമ്പോഴാണ് 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ തൃശൂർ ചാലക്കുടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. വിജയരാജപുരം ഉറുമ്പൻകുന്ന് സ്വദേശി വിനു ബാബുവാണ് അറസ്റ്റിലായത്. എറണാകുളത്തെ വെൽഡിംഗ് ജോലി സ്ഥലത്തു നിന്നുമാണ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് ATMകളിൽ നിന്നും പണം തട്ടിയ തിരുവൻമണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിക്കെതിരെ നടപടിയെടുത്ത് BJP. സുജന്യയെ BJP പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകി. തൃശൂർ ചിറ്റണ്ട വരവൂർ പാതയിൽ അപകടത്തിൽപ്പെട്ട വാനിലേക്ക് കാർ ഇടിച്ചു കയറി വീണ്ടും അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് തൊടുപുഴ സ്വദേശികളായ രാജി, ഇർഷാദ് എന്നിവർ. വരവൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാനിൽ ഇടിച്ചു കയറുകയാണ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അവണൂർ സ്വദേശി അനിരുദ്ധൻ. രാവിലെ സ്റ്റാൻഡിലുള്ളവരാണ് മൃതദേഹം കണ്ടത്. സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനിരുദ്ധൻ. 2 മാസത്തോളമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച പ്രതികളെ പിടികൂടി. ഇല്ലിക്കാട് സ്വദേശികളായ കിരൺ, വിപിൻ, കാട്ടൂർ സ്വദേശി ഗോകുൽ എന്നിവരെ പിടികൂടിയത് മാഹിയിൽ നിന്ന്. പ്രതികൾ ആക്രമിച്ചത് നരിക്കുഴി സ്വദേശി സജിത്തിനെ. കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതി അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ വിമുക്ത ഭടനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കൊല്ലം തടിക്കാട് സ്വദേശി ബിനു. വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് കൂട്ടിയിട്ടിരുന്ന വിറക് പുരയ്ക്ക് തീ പിടിച്ചു. പൂവച്ചൽ മുട്ടമൂട് സ്വദേശി സെൽവകുമാറിന്റെ പുരയിടത്തിന് സമീപം കൂട്ടിയിട്ടിരുന്ന വിറകിനാണ് തീ പിടിച്ചത്. കാട്ടാക്കട നെയ്യാർ ഡാം ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി തീയണച്ചു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രത്യേകം തിരഞ്ഞെടുത്ത തക്കാളികളാൽ സമ്പുഷ്ടമായ ഹാപ്പി ടൊമാറ്റോ സോസ്. ഹാപ്പി സോസസ്. ഹാപ്പി കീപ്സ് എവരിബഡി ഹാപ്പി. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. My G Future. Experience the next. Kavita Gold and Diamonds. Choose your special. പിട്ടാപ്പിള്ളിൽ ബൈ ആൻഡ് ഫ്ലൈ. നേടൂ യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്. 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ലാമിയർ മാട്രസ്. സുഖമായ ഉറക്കത്തിന് ലാമിയർ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ടെൻഷൻ? സാമ്പത്തിക കാര്യങ്ങളോർത്തിനി ടെൻഷനേ വേണ്ട. അക്വില ഫിനാൻസ് ലിമിറ്റഡ്. ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ്. അതിവേഗ വാർത്ത തുടരുന്നു. കനത്ത ചൂട് കണക്കിലെടുത്ത് അഭിഭാഷകർക്ക് ഡ്രസ് കോഡിൽ ഇളവ് നൽകി ഹൈക്കോടതി. വിചാരണ കോടതികളിൽ കറുത്ത കോട്ടും ഗൗണും ധരിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ഇളവ് നൽകിയത് മെയ് 31 വരെ. ഹൈക്കോടതിയിൽ അഭിഭാഷകർക്ക് ഗൗണിലും ഇളവ്. ഡ്രസ് കോഡിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് അപേക്ഷ നൽകിയത് പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി മാറി ഖത്തർ. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നമ്പിയോ തയ്യാറാക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് സുരക്ഷിത രാജ്യങ്ങളിൽ ഖത്തർ മുന്നിലെത്തിയത്. പട്ടികയിൽ 2ാം സ്ഥാനത്ത് UAE-യും 3ാം സ്ഥാനത്ത് തായ്വാനുമാണുള്ളത്.
കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ തോതാണ് ഖത്തറിലുള്ളതെന്ന് പഠനം പറയും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലേക്ക്. സംഘർഷബാധിത മേഖലകളുടെ തൽസ്ഥിതി പരിശോധിക്കാനാണ് സന്ദർശനം. ഈ മാസം 22-ന് ജഡ്ജി BR ഗവായിയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, KV വിശ്വനാഥൻ, MM സുന്ദരേഷ്, N കോടീശ്വർ എന്നിവർ ഉൾപ്പെടെ 6 ജഡ്ജിമാരുടെ സംഘമാണ് മണിപ്പൂർ സന്ദർശിക്കുന്നത്. മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെയുള്ള കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാരുടെ സന്ദർശനം. കശ്മീരിൽ സുരക്ഷാസേന കുഴിബോംബ് കണ്ടെടുത്ത് നിർവീര്യമാക്കി. ഷോപ്പിയാൻ ജില്ലയിലെ ഹന്ദിപ്പോറയിലാണ് കുഴിബോംബ് കണ്ടെടുത്തത്. സൈന്യത്തെ ലക്ഷ്യമിട്ട് ഭീകരർ സ്ഥാപിച്ചതാണ് കുഴിബോംബ് എന്നാണ് നിഗമനം. കശ്മീരിൽ 3 ദിവസത്തിനുള്ളിൽ സൈന്യം 3 കുഴിബോംബുകളാണ് കണ്ടെടുത്ത് നിർവീര്യമാക്കി. സമ്മതമില്ലാതെ സർക്കാർ പരസ്യങ്ങളിൽ സ്ത്രീകളുടെ അടക്കം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് വാണിജ്യ ചൂഷണമാണെന്ന് ബോംബെ ഹൈക്കോടതി. നിലവിലെ സാഹചര്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളുടെ യുഗത്തിൽ ഇത് വളരെ ഗൗരവമുള്ളതാണെന്നും കോടതി. നമ്രത അങ്കുഷ് കവാലെ എന്ന സ്ത്രീയുടെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസുമാരായ GS കുൽക്കർണി, അദ്വൈത് സേത്ന എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് നിരീക്ഷണം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ കോൾ സെന്ററിലെ ലാപ്ടോപ്പുകൾ കൊള്ളയടിച്ച് ആൾക്കൂട്ടം. ചൈനീസ് പൗരന്മാർ നടത്തിയിരുന്ന വ്യാജ കോൾ സെന്ററിൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ആൾക്കൂട്ടം തള്ളിക്കയറിയത്. ആൾക്കൂട്ടം കോൾ സെന്റർ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അമേരിക്കയിലെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 100 കണക്കിന് വീടുകളും വാഹനങ്ങളും നശിച്ചു. ചുഴലിക്കാറ്റുണ്ടായത് മിസൗറി, മിഷിഗൺ, ഇലിനോയ്, ലൂസിയാന, ടെന്നസി തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 300-ലധികം പേർ കൊല്ലപ്പെട്ടു. 150ഓളം പേർക്ക് പരിക്ക്. ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ. തൃശൂർ കോട്ടപ്പുറം ചന്തയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം. ചന്തയിലെ യൂണിയൻ ഓഫീസിന് പരിസരത്തുള്ള 2 വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്നു. ഫാസ്റ്റ് ഫുഡ് കട കുത്തിത്തുറന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ എളനാട് അയ്യപ്പ ക്ഷേത്രത്തിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ രാവിലെ ശാന്തി എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. നിലവിളക്കും പണവും ഉൾപ്പെടെ ക്ഷേത്ര സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. പഴയന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് അമ്പലത്തിങ്ങൽ കൂട്ടായ്മ 3 വർഷമായി നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അമ്പലത്തിങ്ങൽ സ്കൂളിൽ വിപുലമായ പരിപാടിയാണ് ഇതേ തുടർന്ന് സംഘടിപ്പിച്ചത്. പരിപാടി വാർഡ് മെമ്പർ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. കാസർഗോഡ് ചെർക്കളയിൽ 250 കുടുംബങ്ങൾക്ക് റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. ടൗൺ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കിറ്റ് വിതരണം കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി K അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കമ്മുട്ടിക്കുളം റഹ്മാനിയ മസ്ജിദ് വർഷം തോറും നടത്തിവരാറുള്ള ബദ്രീങ്ങളുടെ ആണ്ട് നേർച്ച ഈ വർഷവും വിപുലമായി നടത്തി. ലുഹർ നമസ്കാരത്തിന് ശേഷം മൗലീദ് പാരായണവും തുടർന്ന് ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയിലെ വായനശാലകളുടെ ആധുനികവൽക്കരണവും ഡിജിറ്റലൈസേഷനും ലക്ഷ്യമിട്ട് കമ്പ്യൂട്ടറും പ്രിന്ററും വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം കരിക്കോട് സ്വദേശി അജ്മൽ കബീറിനെയാണ് പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടികജാതിക്കാരിയായ 17-കാരിയെ കൊല്ലത്തെ പ്രതിയുടെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വർക്കല ഇടവയിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ ചന്ദനത്തടിയുമായി 2 പേർ പിടിയിൽ. പാലക്കാട് മക്കട സ്വദേശി മുഹമ്മദ് നബി, വെന്നിയോട് സ്വദേശി വിഷ്ണു R എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇടവയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് ചാക്കുകളിൽ ചന്ദനത്തടികളും കണ്ടെത്തി.
തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലും ബേക്കറി ഷോപ്പുകളിലും മിന്നൽ പരിശോധന നടത്തി ആരോഗ്യവകുപ്പ്. വൃത്തിഹീനമായ ഇടങ്ങളിൽ ആഹാരം സൂക്ഷിക്കുന്നതും മലിനജലം ഒഴുക്കിവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധന. തുടർന്നും പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ ഓഫീസ് തയ്യാറാക്കിയ സമഗ്രം കാട്ടാക്കട റിപ്പോർട്ട് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ജനസംഖ്യ, കൃഷി, വ്യവസായം, തൊഴിൽ, വിവിധ മേഖലയിലുള്ള അടിസ്ഥാന സ്ഥിതി വിവരക്കണക്കുകൾ, സ്ത്രീ അവസ്ഥാ പഠനം തുടങ്ങിയ സ്ഥിതി വിവരക്കണക്കുകളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടാക്കട MLA IB സതീഷ്, സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് തിരുവനന്തപുരം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ അനീഷ് കുമാർ B എന്നിവർ പങ്കെടുത്തു. തൃശൂരിൽ കേരള സർക്കാരിന്റെ സഹകരണ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് സഹകരണ ജനാധിപത്യ വേദി സഹകാരി ധർണ നടത്തി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ ധർണയിൽ പങ്കെടുത്തു. സഹകരണ ജനാധിപത്യ വേദി ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടറുമായ TM നാസർ ധർണ ഉദ്ഘാടനം. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V വിജു മോഹനെയും സംസ്ഥാന തലത്തിൽ മികച്ച 2ാമത്തെ പഞ്ചായത്തിനുള്ള ട്രോഫി നേടിയ ഉഴമലക്കൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആര്യനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കാട്ടാക്കട DYSP N ഷിബു ആദരവ് കൈമാറി. സെക്കൻഡ് ഷോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആൻസരിക ആന്റണി, ശങ്കർ ദാസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമായ അഭിലാഷത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിന് ശേഷം ഷംസു സൈബ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അഭിലാഷം. സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻവീർ റാം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം 2025 മാർച്ച് 29 ഈദ് റിലീസായി പ്രേക്ഷകരുടെ മുന്നിൽ. മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ IMAX റിലീസുമായി എമ്പുരാൻ. ഫേസ്ബുക്കിലൂടെയാണ് സംവിധായകൻ പൃഥ്വിരാജ് പ്രഖ്യാപനം നടത്തിയത്. മലയാള സിനിമയുടെ പുത്തൻ ഭാവിയുടെ തുടക്കമാകട്ടെ എന്ന് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു. മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കഥാപാത്രങ്ങൾ ഒന്നിച്ചുള്ള പോസ്റ്ററും റിലീസ് ചെയ്തു. ഋതിക് റോഷനും ജൂനിയർ NTRും ഒന്നിക്കുന്ന വാർ 2ന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ആഗസ്റ്റ് 14 ആഗോള വ്യാപകമായി തിയേറ്ററുകളിലെത്തും. അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കിയാര അദ്വാനിയാണ് നായിക. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ വാർ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായാണ് വാർ 2 ഒരുങ്ങുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തല്ലുമാലയ്ക്ക് ശേഷം നസ്ലിൻ, ഗണപതി, ലുക്മാൻ, സന്ദീപ്, പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാനയിലെ ആദ്യ ഗാനം പുറത്ത്. സുഹൈൽ കോയയുടെ വരികൾക്ക് വിഷ്ണു വിജയാണ് സംഗീതം നിർവഹിക്കുന്നത്. ചിത്രം ഏപ്രിലിൽ തിയേറ്ററുകളിൽ. ഗ്രാമീണ നന്മയുടെ കുടുംബകഥ പറയുന്ന തിരുത്ത് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത് AMK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അനിൽ നിർമ്മിക്കുന്ന ചിത്രം മാർച്ച് 21 തിയേറ്ററുകളിലെത്തും. കണ്ണൂർ ജില്ലയുടെ മലയോര കുടിയേറ്റ മേഖലയായ ഇരിട്ടി പടിയൂർ ഗ്രാമത്തിലെ നാട്ടുകാർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് തിരുത്ത്. മലപ്പുറത്ത് ലഹരിക്കെതിരെ കുളമംഗലം CFC ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിന് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ഇടുക്കി അടിമാലിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസിന്റെ മിന്നൽ പരിശോധന. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നിടത്തു നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു. വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന ഉണ്ടാവുമെന്നും DYSP. ആലുവ മൂന്നാർ റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി. സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കുട്ടമ്പുഴ, കീരമ്പാറ, മാങ്കുളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. പൂയംകുട്ടി ജംഗ്ഷനിൽ ഡീൻ കുര്യാക്കോസ് MP അവകാശ പ്രഖ്യാപന യാത്ര ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം അനിശ്ചിതത്വത്തിലാക്കിയതിൽ പ്രധാന ഉത്തരവാദി സംസ്ഥാന സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. മില്ലുകാർക്ക് വേണ്ടി കർഷകരെ ഒറ്റിക്കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. മില്ലുടമകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഉപകരണമായി സംസ്ഥാന സർക്കാർ മാറി.
കോൺഗ്രസ് നെടുമുടി നോർത്ത് മണ്ഡലം കമ്മിറ്റി ചെന്നങ്കരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. 2025 ഏഷ്യൻ ഫിലിം അവാർഡ്സിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് സ്വന്തമാക്കി പയൽ കബാഡിയയുടെ ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഹോങ്കോങ്ങിലെ വെസ്റ്റ് കൗലൂൺ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയ മികച്ച ചിത്രങ്ങൾക്കാണ് പുരസ്കാരങ്ങൾ. മലപ്പുറത്ത് ലഹരിക്കെതിരെ അധ്യാപക കവചം എന്ന മുദ്രാവാക്യമുയർത്തി KSTA. അധ്യാപക ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പരിപാടിയുടെ സബ് ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ K. ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.